നല്ല അടിപൊളി മീൻകറിയും ചക്കയും ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല അടിപൊളി അയില കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പുളിമുളകും കറി വെക്കാം. അതിന് പറ്റിയ അയിലയാണ്. ഞാൻ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം. അതിന് ശേഷം നമുക്കൊരു ഇച്ചിരി ചക്ക കൂടെ വേവിക്കാം. ഇന്നത്തെ ചക്കയും അയിലക്കറിയും. നമുക്ക് ചക്ക ഒന്ന് ആവി കയറ്റിയെടുക്കാം. 1/4 സ്പൂൺ ഉപ്പും കൂടെ ഇടാം. അടച്ചു വയ്ക്കാം. ചക്കയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം നമുക്ക്. അതിന് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, കുരുമുളക് പൊടി, കാന്താരി, കറിവേപ്പില, വറ്റൽമുളക്. ഇത് നമുക്കിനി ഒരു മിക്സിയിലേക്ക് അരച്ചെടുക്കാം. തേങ്ങ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ജീരകം, സ്വല്പം കുരുമുളക് പൊടി, 5 കാന്താരി, വറ്റൽമുളക് 2, കറിവേപ്പില. ഇതൊന്ന് അരച്ചെടുക്കാം. ചക്ക ആവി കയറ്റാൻ വെച്ചത് നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പരുവായിരിക്കുക. ഇനി നമുക്ക് മസാലയൊക്കെ കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് കടുക് ഇടാം. വറ്റൽമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ അരച്ചെടുത്ത മസാല നമുക്കൊന്നും ഇപ്പോൾ ചക്കയ്ക്കൊരു ക്ഷാമമില്ല. എന്നും ചക്കയാണ്, പഴുത്തതായാലും പച്ചയായാലും. ഇതിലേക്ക് ചക്ക ഇടാം. അടച്ചു വെച്ച് അല്പം ആവി കയറ്റാം. ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് അയല കറി ശരിയാക്കാം. പുളിമുളകും കറി ശരിയാക്കി എടുക്കാം. ഓക്കെ, നമുക്ക് അയലക്കറി റെഡിയാക്കാം. ആദ്യം അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, അതൊന്ന് വാടി വരട്ടെ. ചുമന്നുള്ളി, കുഞ്ഞുള്ളിയാണ് കേട്ടോ. ഇതൊന്ന് മൂക്കട്ടെ. അല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പില ഇടാം. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളി ചേർക്കുക. കുടംപുളിയാണ് 2 കഷ്ണം. ചൂടാക്കിയ വെള്ളമാണ് 1 കപ്പ്. ഇനി അതൊന്ന് പാകമായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ അടിപൊളിയായിട്ട് നമുക്കിനി മീൻ ഇടാൻ പറ്റില്ല. ഇനി ഒരു 10 മിനിറ്റ് വേവട്ടെ. തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇളക്കാൻ പാടില്ല. നമുക്കൊരല്പം തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇച്ചിരി നേരം ഇരിക്കട്ടെ, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ചല്ലേ ഉള്ളൂ. നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ചക്ക കഴിക്കാം. മത്തിക്കറി അയല പുളിമുളകും കറി വെച്ചാണ് ഒഴിക്കുകയാണ്. ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ വയ്ക്കുകയും വേണം, ലൈക്കും ഷെയറും ചെയ്യുകയും വേണം. സൂപ്പർ, മെഗാ സൂപ്പർ. മീൻ കറിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ട്. ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ട്. നല്ല മീനുമാണ്.